ഹലോ ഡിയസ് ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ആ ഉള്ളിൽ ഒതുക്കുവാട്ടോ നമ്മുടെ ശരത്തിന്റെ ആ ഒരു കൊള്ളരുതായ്മ. അപ്പൊ നമ്മുടെ അച്ഛനും ആർക്കും അറിയില്ല അല്ലെ. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ വീട്ടിൽ പോയിരിക്കുക ആ ഒരു സങ്കടത്തില് രേവതിയുടെ വീട്ടില്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ അച്ഛനും നമ്മുടെ രേവതിയുടെ വീട്ടിൽ പോയി രേവതിയുടെ അമ്മയും പെങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ നമ്മുടെ രേവതിനോടും രേവതിയുടെ അമ്മയുടെ അടുത്തൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നറിയില്ല കേട്ടോ. നമ്മുടെ സച്ചി നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇനി രവീന്ദ്രൻ നമ്മുടെ രേവതിയുടെ വീട്ടുകാരി സത്യങ്ങൾ അറിയിച്ചു എന്നറിയില്ല. നമ്മുടെ രേവതിയുടെ അമ്മയും പെങ്ങളും രേവതിയും ഒക്കെ നമ്മുടെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ക്ഷമ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ സച്ചി അവരെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കാഴ്ച ഭയങ്കരമായിട്ട് നമ്മളെ സങ്കടപ്പെടുത്തോട്ടോ. നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ വഴക്കിട്ട രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുവാണല്ലോ. അപ്പൊ രേവതി ഉറങ്ങിയതിന് ശേഷം നമ്മുടെ രേവതി അറിയാതെ സച്ചി രേവതിയുടെ അടുക്കൽ വരികയും രേവതിനെ ഇങ്ങനെ തലോടുകയും ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയ നിമിഷങ്ങൾ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം. എത്രയും വേഗം ഇവരുടെ വഴക്ക് മാറി ഇവർ ഒന്നിക്കണം. അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് ആവശ്യം അല്ലെ. എന്തായാലും കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.